ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. കനായിൽ നടന്ന പോലെ അത്ഭുതം ഉടനടി അഭിഷേകമായി തീരണമേ. ദൈവം അനുഭവമാകണമേ. കരങ്ങൾ നീട്ടി ചേർന്ന് പാടിക്കേ. കരങ്ങൾ വീശി എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി വിശുദ്ധരെ മാനാഹമാരെ മുതൽ ഗണങ്ങളെ വേണ്ടി മധ്യസ്ഥയായി. എല്ലാവരും എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. സങ്കീർത്തനം 34 കർത്താവേ എളിയവന്റെ നിലവിളി കേൾക്കണമേ, മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 119 കർത്താവേ എന്റെ അണിനീരിനമേ, നിലവിളികളുടെ മേൽ ഉത്തരം നൽകണമേ. കർത്താവേ 6:33 അന്വേഷിക്കുന്ന രാജ്യമാണ്, ബാക്കിയെല്ലാം ഇവർക്ക് കൂട്ടിച്ചേർത്ത് നൽകണമേ. സങ്കീർത്തനം 91 അത്യുന്നത ശക്തി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ വിളിക്കട്ടെ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മൾ മരിയൻ ഉടമ്പടി ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഉടമ്പടി ആരാധന എപ്പോഴും നമുക്കറിയാം, ഉടമ്പടിയെക്കുറിച്ചുള്ള അറിവിലെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ആരാധനയുടെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആരാധനയും അങ്ങനെയാണ്. നമ്മുടെ അറിവിന് ആനുപാതികമായിരിക്കും എപ്പോഴും അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നമ്മുടെ ആരാധിക്കുന്നവർക്ക് അറിവുണ്ടാകണമെന്ന് ഈശോ പറയാനുള്ള കാര്യം അതാണ്. അറിയാത്തവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ സമറിയാക്കാരിയോട് പറഞ്ഞത്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. രക്ഷ യഹൂദരിൽ നിന്ന് വരുന്നു. ദൈവാനുഭവവും ദൈവശക്തിയും ദൈവ ഇടപെടലും അറിഞ്ഞ് ആരാധിക്കുന്നതിൽ നിന്നാണ് വരണത്. അതാണ് യോഹന്നാൻ 4:22. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ആരാധനയും അറിവും തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ട്. അതാണ് നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കുന്നത്. എല്ലാ സാക്ഷ്യങ്ങളും നമ്മൾ അൾത്താറയിൽ പറയിപ്പിക്കത്തില്ല. എന്താ കാര്യം? സാക്ഷ്യങ്ങളല്ലാത്ത കൊണ്ടല്ല, അത് വലിയ സാക്ഷ്യങ്ങളാണ്, പക്ഷേ നമ്മൾക്ക് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളല്ല. അതാണ് വിഷയം. അത് ബുധനാഴ്ച തൊട്ട് ഞായറാഴ്ച വരെയുള്ള സമയങ്ങളിൽ ഇവിടുന്ന് അൾത്താറെ പറയാത്ത സാക്ഷ്യങ്ങളെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അൾത്താറെ പറയുന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞു കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡിനും വൈഫിനും ജോലിയുണ്ട്, ഡ്യൂട്ടിക്ക് പോകണം, 3 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ അവരെന്നാ പറഞ്ഞത്, ഞാൻ OET പാസ്സാകണമെങ്കിൽ പഠിച്ചിട്ടല്ല പാസ്സാകണത്, പിന്നെ എന്താണ്, ദൈവം ഇടപെട്ടിട്ടാണ് പാസ്സാകണത്. അതാണ് ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടി എല്ലാം വർക്കൗട്ട് ചെയ്യണം എങ്ങനെയാണ്? എന്തിനാണ് ഉടമ്പടി വെക്കണത്? ദൈവം നമ്മളുടെ ശക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ ഉള്ള ശേഷി നമുക്കില്ലാത്തപ്പോഴാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യണത്. പണ്ടും അങ്ങനെയാണല്ലോ, രാജാക്കന്മാർ തമ്മിൽ ഉടമ്പടി ചെയ്യണത് എന്താണ്? ശത്രു അവരെക്കാൾ കേമന്മാരാകുമ്പോഴാണ് അവർ ഉടമ്പടി ചെയ്യണത്. അതുപോലെ നമ്മൾക്ക് നേരിടാനുള്ള വിഷയങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിനേക്കാൾ അതീതമാകുമ്പോഴാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്.
അതുകൊണ്ടാണ് എഫേസ്യൻസ് 2:8 എപ്പോഴും ഉടമ്പടിയുടെ മുഖമുദ്രയുടെ അടയാളവാക്യമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ യോഗ്യതയാലല്ല, ബട്ട് ബൈ ഗ്രേസ്, അങ്ങയുടെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളുടെ കഴിവിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കൃപ നേരിട്ട് പ്രവർത്തിക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കും, അല്ലേ? ഇത് ബൈബിളിൽ ആദ്യം മുതലേ ഉള്ളതാണ്. എന്താണ്? മനുഷ്യൻ്റെ ശേഷിക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളിൽ കർത്താവിനെ നിബന്ധനാപൂർവം പങ്കുചേർക്കുക. വെറുതെ പങ്കുചേർക്കുകയല്ല, വെറുതെ പ്രാർത്ഥനാപൂർവമല്ല, നിബന്ധനപൂർവ്വമാണ് നമ്മൾ പങ്കുചേർക്കുന്നത്. അപ്പോഴാണ് അത് ഉടമ്പടിയാകണത്. ഉടമ്പടിക്ക് 2 ഘടകങ്ങളുണ്ട്, നിയോഗമുണ്ട്, നിബന്ധനയുണ്ട്. അപ്പം നിബന്ധനപൂർവ്വമാണ്. അപ്പം നമ്മൾ നിബന്ധനകൾ നമ്മൾ ഏറ്റെടുക്കും, അല്ലേ? ഇപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, എന്താ അവർ പറഞ്ഞത്? ഞാൻ ഒന്നേ എഴുതിയുള്ളൂ, എന്താണ്? ദൈവസ്നേഹം വർദ്ധിക്കണമെന്നാണ് എഴുതിയെന്ന്. അതാണ് അവർ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത്. സാക്ഷ്യം അവർ പറഞ്ഞതാണ്. അത് ഉടമ്പടിയുടെ മുഖമുദ്രയുള്ള സാക്ഷ്യമാണ്. ഞാൻ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ആ ചില കാര്യമില്ല. ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണെന്ന് അറിയാമോ? 11:13 നിയമാവർത്തനം. 11:13. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും എന്ന് പറഞ്ഞേ പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കത്തക്ക വിധം നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും യഥാസമയം അവിടുന്ന് നൽകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം കണ്ടല്ലേ, കാലാവസ്ഥ വരെ സ്വാധീനിക്കപ്പെടുകയാണ്. വചനം മറക്കരുത്. നിയമാവർത്തനം 11:13. നിങ്ങളുടെ ഭൂമിക്ക് ആവശ്യമായ സ്പേസ്, ഇടം, സ്ഥലം. ഉടമ്പടി 2 കാര്യങ്ങളാണ് ഉള്ളത്. എന്താണുള്ളത്? ഒന്ന് സാഹചര്യം. സാഹചര്യത്തിൻ്റെ കാലാവസ്ഥ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റുമെന്ന്. സമയവും സാഹചര്യവുമാണ് ഉടമ്പടിയുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, അല്ലേ? സമയം ആയില്ല എന്ന് പറയുന്നതുകൊണ്ടാണല്ല അവൻ പറയണ പോലെ നമ്മൾ ചെയ്ത് സമയമാക്കണത്, അല്ലേ? ഇതുപോലെ തന്നെയാണ് ഒരു സ്പേസാണ് സ്ഥലത്തിനുള്ളത്. സ്ഥലം മീൻസ് നമ്മുടെ സാഹചര്യം. നമ്മുടെ സാഹചര്യമാണ് സ്ഥലം. ഈ സാഹചര്യങ്ങളുടെ മേലെ ദൈവം ചിലപ്പോൾ സ്ഥലങ്ങൾ നമുക്ക് പ്രതികൂലമായി വരും. അതിനെ ആ സാഹചര്യത്തെ ദൈവം അനുകൂലമാക്കി മാറ്റും. എപ്പോഴാണ്? ദൈവസ്നേഹം കൂടുമ്പോൾ. അപ്പം നിങ്ങളെ ഈ ഉടമ്പടിയിലുള്ള നിബന്ധനകളില്ലേ, ആ നിബന്ധനകളെ പാലിക്കുമ്പോൾ ആ നിബന്ധനകളുടെ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം കൂട്ടുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, ആ പത്രം കിട്ടിയപ്പോൾ ഞാൻ മുത്തിക്കൊണ്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് എന്ത് ചെയ്യണതും പ്രധാനപ്പെട്ട കാര്യമാണ്, ആര് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി തൈലം വാങ്ങിച്ചു, ഇന്നാൾ ഒരു ചേട്ടത്തി വന്നിരുന്ന് ഉടമ്പടി തൈലം എലി കൊണ്ടുപോയിരുന്നു. വാട്ട് ഈസ് അത്? ഭദ്രമായിട്ട് വെക്കേണ്ടതാണത്. ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് പരിശുദ്ധ അമ്മ നിന്നിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം വിശ്വാസ പ്രഖ്യാപനം ചെയ്തിട്ടാണത് ഓരോ കാര്യവും 2 തവണ ആശീർവദിക്കണത്. അപ്പോൾ അത്രയും ഭവ്യമായിട്ട് തരുമ്പോൾ നമ്മളെ പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. വല്ലയിടത്തും കൊണ്ടുപോയി വെളിച്ചെണ്ണ പപ്പടം വറുക്കാൻ വെളിച്ചെണ്ണ വെക്കണ പോലെ വെച്ചാൽ പണിയായിരിക്കും. അതാണ് ആര് ചെയ്യുന്നു എന്നുള്ള വിഷയമാണ്.
അനുഭവങ്ങളെല്ലാം അതിനാ ബേസ് ചെയ്താണ് പോണത്. അപ്പോൾ അവരെന്താണ് പത്രം മുത്തിക്കൊണ്ട് വാങ്ങിച്ചത് എന്താണ് അമ്മമാതാവിൻ്റെ പത്രമാണെന്ന് അവർക്കറിയാം. അപ്പം അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവസ്നേഹത്തോടെ ചെയ്തതെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. പത്രം ദൈവസ്നേഹത്തോടെയാണ് വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ കൊടുക്കണത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പത്രം വാങ്ങിക്കണത് ദൈവസ്നേഹത്തോടെ, പിന്നെ കൊടുക്കണതും ദൈവസ്നേഹത്തോടെ. കാര്യം പത്രത്തിൽ പരസ്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്കറിയാം. എന്താ ഉള്ളത്? ഒരു മാസം മുഴുവൻ ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എന്താ ഉള്ളത്? അൾത്താരയിൽ കർത്താവിൻ്റെ വചനങ്ങൾ, പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ മാത്രമേ അതിലുള്ളൂ. ദൈവികമായ കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര സമ്മർദ്ദങ്ങളാണ് അതിൻ്റെ അകത്ത്. പല പല ആർട്ടിക്കിൾ, പല പല അച്ഛന്മാരുടെ ആർട്ടിക്കിൾ, അങ്ങനെ ബുദ്ധിപരമായിട്ടൊന്നും എഴുതി കുത്തിച്ചേർത്തന പഴഞ്ചാക്കല്ലത്. അത് കറക്റ്റായിട്ട് എന്താണ് കൃപാസന അൾത്താര എന്ത് സംഭവിക്കുന്നു അതാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. കൃപാസന അൾത്താര സംഭവിക്കുന്ന വിഷയങ്ങളാണ് പത്രത്തിൻ്റെ ഉള്ളടക്കം. കൃപാസന അൾത്താര ദൈവം എന്ത് പറഞ്ഞു, അത് എന്ത് വചനം പ്രഘോഷിക്കപ്പെട്ടു, അത് ബിഷപ്പുമാരായാലും അച്ഛന്മാരായാലും ആരായാലും ബ്രദർമാരെ, കൃപാസന അൾത്താര എന്ത് വചനം പ്രസംഗിക്കപ്പെട്ടു, കൃപാസന അൾത്താരയിൽ കർത്താവ് എന്ത് അടയാളങ്ങൾ കാണിച്ചു, അമ്മ പ്രത്യക്ഷപ്പെട്ടതല്ലേ ഇവിടുത്തെ വിഷയം. അതിൻ്റെ സൂചനകളും അടയാളങ്ങളുമാണ് പത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് പത്രം വെക്കുമ്പോൾ ദൈവസ്നേഹത്തോടെ ആണ് അത് വാങ്ങിക്കേണ്ടതും അതുപോലെ തന്നെ കുടിക്കേണ്ടതും. ശ്രുതികട ഹല്ലേലൂയ. നമ്മുടെ മുദ്രയോടെ ആത്മാവിൽ നിറവോടുകൂടി പാലിക്കാൻ പ്രവർത്തിക്കണമേ. കൃപാസനം പ്രേക്ഷിത പത്രിക സുവിശേഷവൽക്കരണത്തിൻ്റെ ആത്മചൈതന്യത്തോടുകൂടി വിതരണം ചെയ്ത് ആത്മാഭിഷേകം വായിച്ച് കൃപ പ്രാപിക്കാൻ അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. സൂചിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയാണ്, ദൈവത്തെ പാടിപ്പുകഴ്ത്തുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. ദൈവദൃശ്യത്തിൽ നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഉള്ള യോഗ്യതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെയൊക്കെ ഒരു ലക്ഷ്യം. അതിനെന്താണ് യോഗ്യത വർദ്ധിപ്പിക്കണത്? ദൈവസ്നേഹം കൂട്ടണം. ഉടമ്പടി ചെയ്യാൻ എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ വഴി ദൈവസ്നേഹം ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. പറഞ്ഞ് ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. ഇനിയുള്ള കാലം മുഴുവനും ദൈവസ്നേഹത്തിൻ്റെ ഉടമ്പടി അഭിഷേക ശക്തിയുടെ സുവിശേഷ വേലയുടെ ദൈവവചന പ്രചാരത്തിൻ്റെ സാക്ഷിയായി യേശുക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ നമ്മൾ ആരാധനയിൽ അറിയണത് എന്താണ്? ഉടമ്പടി ആരാധനയിൽ ഉടമ്പടി ഫീച്ചേഴ്സാണ്, ഉടമ്പടിയുടെ മുഖമുദ്രകൾ. അതിലൊന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8, സക്രിയ 4:6. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ. ഈ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ പറഞ്ഞ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ. സക്രിയ 4:6. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി ചെയ്തിട്ട് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ചൊരിയണമേ. സൈന്യത്താലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാൽ. Not my merit,
but by grace. അഭിഷേകത്താൽ, കൃപയുടെ അഭിഷേകത്താൽ ഉടമ്പടി ചെയ്ത മക്കളെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ക്രിസ്തനാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ക്രിസ്തനാളിൽ പിന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ഇപ്പോൾ 2 ഉടമ്പടിയുടെ മുഖമുദ്രകൾ കണ്ട്, ഒന്നെന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക, അല്ലേ? നമ്മുടെ ആധ്യാത്മിക യോഗ്യത വർദ്ധിപ്പിക്കുക. ആദ്യത്തെ എന്താണ്? നമ്മുടെ മെറിറ്റിലല്ല, യോഗ്യത ദൈവത്തിൻ്റെ ശക്തിയിൽ. മൂന്നാമത്തത് എന്താ ഉടമ്പടിയുടെ മുഖമുദ്ര? ടൈമാണ്. ഇവിടെ 2019 ഏറ്റവും വലിയ വെളിപാടെന്താണ്? ടൈം വെച്ച് പ്രാർത്ഥിക്കാനാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ സ്വാധീനമുണ്ട്. അത് സഭ ഒരു ഇൻഡിക്കേഷനാണ്. സഭ ഈ വിഷയം പഠിച്ച് ഇതിൻ്റെ സത്യാവസ്ഥകളെ പുറത്ത് കൊണ്ടുവരണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് കൃപാസനങ്ങളിൽ പ്രത്യക്ഷയായ പരിശുദ്ധമേ, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, അവരുടെ നിയോഗങ്ങള്, അവരുടെ സമയത്തില് ദൈവത്തിന്റെ ശക്തി ഇടണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. ഇപ്പം ഷാരോണിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ഷാരോൺ ന്യൂസിലൻഡിലെ വിസയ്ക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി, അല്ലേ? അപ്പം കിട്ടത്തില്ല എന്ന അവസ്ഥയായപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് അമ്മയുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. ജപമാല ചൊല്ലി അമ്മയുടെ കൂടെ യാത്ര ചെയ്യാം. ആ യാത്ര അമ്മയുടെ കൈ പിടിച്ച്, കരം പിടിച്ച്, അമ്മയുടെ കരം ഗ്രഹിച്ച് ജപമാല ചൊല്ലി യാത്ര ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, ഡേറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. ഉടനെ ഷാരോൻ്റെ അമ്മ അവളോട് തിരിഞ്ഞ് പറഞ്ഞു, ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഡേറ്റ് ഇടുക. ഉടനെ ഡേറ്റ് ഇട്ടേ. ജവമാർ റാലിയുടെ ഉള്ളിൽ നടന്ന സംഭവമല്ല, സാക്ഷി നമ്മൾ കേട്ടില്ലേ? ഡേറ്റ് ഇടുക. എന്താ അവൾ ഡേറ്റ് ഇട്ടത്? നവംബർ 26. ആ നവംബർ 26 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ആർക്ക് കൊടുക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ വഴി സമയം കർത്താവിന് സമർപ്പിക്കും. ഈ ഡേറ്റ് ഇടുന്നത് 6 മാസമേ ആയുള്ളെന്ന് തോന്നുന്നത്. ഈ സമയത്തിൻ്റെ മേൽ അമ്മയുടെ അധികാരം ഉണ്ടായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കുന്നത് അത് ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയം നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരമായിട്ട് മാറും. അധികാരം ഒരു വിഷയമാണ്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ. ശത്രു എപ്പോഴും നമ്മുടെ സമയത്തെ വെച്ചാണ് നമ്മളെ ആക്രമിക്കുന്നത്. സമയം ചിലപ്പോൾ ശത്രുവിൻ്റെ ശക്തി കൂടിയായിട്ട് വരും. അതുകൊണ്ടാണ് ലൂക്ക 10:19 പറയണത്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ഒന്ന് പറഞ്ഞേ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഈ അധികാരം അമ്മയ്ക്കുള്ള അധികാരമാണിത്. ഹവ്വ സാത്താൻ വഞ്ചിച്ചപ്പോഴേ സാത്താൻ്റെ തല തകർക്കാൻ വേണ്ടി അമ്മയ്ക്കാണ് പാമ്പിൻ്റെ തല കറക്കാനുള്ള അധികാരം കൊടുത്തത്. ആ അധികാരം കൈമാറുകയാണ്. എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്ഷാകര സംഭവത്തെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന അധികാരം വിശ്വാസി കൈമാറുന്ന കൈയിട്ടിച്ച് കർത്താണ്. സമയ സന്ദർഭ അധികാരമുള്ള അമ്മേ, കനായിലെന്ന പോലെ സമയബന്ധിതമായി ഈ മക്കൾ സമർപ്പിക്കുന്ന യോഗങ്ങളുടെ സൈന്യാധിപേ മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ സ്വർഗ സൈന്യാധിപേ മണ്ണിൽ എന്റെ തേരു തെളിക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശ് വരച്ചോട്ടിലെന്നു തറയ്ക്കാം.
പോരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിൽ ഇന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിൽ എന്റെ തേരു തെളിക്കാം. അപ്പോൾ വിശ്വാസിക്ക് ദൈവം കൊടുത്ത അധികാരത്തിലാണ് വിശ്വാസി അധികാരം പ്രഖ്യാപിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ വിശ്വാസിക്ക് ലഭിക്കണം എന്താണ്? പ്രപഞ്ച വസ്തുക്കളുടെ മേലുള്ള അധികാരം, സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും സാഹചര്യത്തിൻ്റെ മേലുമുള്ള അതുകൊണ്ടാണ് പ്രവർത്തനങ്ങളിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ, പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അധികാരം വർദ്ധിപ്പിക്കണം. അപ്പോൾ അവർ ഫിക്സ് ചെയ്ത ഉടനെ ഡേറ്റ്, എന്താ ഡേറ്റ് ഫിക്സ് ചെയ്തത്? നവംബർ 26. ആ നവംബർ 26 ഫിക്സ് ചെയ്തിട്ട് പിന്നെ അതിനെ ഫോക്കസ് ചെയ്താണ് അവർ ഓരോ മൂവ്മെൻറ്റും പ്രാർത്ഥനയിൽ സമീപിക്കുന്നത്. ആ നവംബർ 26-ാം തീയതി 3 മണിക്ക് ഇവളെ എഴുന്നേക്കും. ആ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? എഴുന്നേറ്റിട്ട് അമ്മയോട് തൻ്റെ വിശ്വാസം അവസാനം പ്രഖ്യാപിക്കും. അമ്മേ, ടുഡേ ഈസ് നവംബർ 26 ഓവർ. അമ്മ മാറിക്കിടന്ന് ഉറങ്ങും. അമ്മയോട് പറയും, ഇന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ അവളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, യു ആർ സെലക്റ്റഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിവിധ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവരെ, വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരെ, കർത്താവേ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളവരെ, എല്ലാ നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ന്യൂസിലൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, കോളേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്ക് വിസ വരണം അല്ലേ? പക്ഷേ ഈ ഭാഗധേയം ആരുടെ കയ്യിലാണ്? ന്യൂസിലൻഡ് കോളേജ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാഗധേയം, നമ്മുടെ സമയം അല്ല. അതായത് ശ്രദ്ധിക്കണം, നമ്മൾ സമയം അധികാരത്തെ ഫിക്സ് ചെയ്യുമ്പോൾ ഓർക്കണം, നമ്മുടെ ഭാഗധേയം ആരുടെ കരങ്ങളിലാണ്? കർത്താവിൻ്റെ കരങ്ങളിലാണ്, അല്ല യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലല്ല. നമ്മൾ യൂണിവേഴ്സിറ്റിയാണ് ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അല്ല. ലോർഡ്, മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. അങ്ങനെ ശക്തമായൊരു വചനമുണ്ട്, ലോർഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. കർത്താവേ, എൻ്റെ സമയം നിൻ്റെ കരങ്ങളിലാണെന്ന്. മലയാളത്തിൽ അത് വ്യാഖ്യാനിച്ചാണ് എഴുതിയിരിക്കുന്നത്. RSV ബൈബിൾ സ്റ്റാൻഡേർഡ് വെർഷൻ പറയണത് ലോർഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ, അങ്ങേ കരങ്ങളിലാണ് എൻ്റെ സമയം, എൻ്റെ ഭാഗധേയം. സങ്കീർത്തനം 31:15. സങ്കീർത്തനം 31:15. ലോർഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. കർത്താവേ, അങ്ങേ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ഇംഗ്ലീഷ് ബൈബിൾ കറക്റ്റ് ടൈം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളം ബൈബിള് അതിൻ്റെ വ്യാഖ്യാനമാണ് പറയണത്. ഇതാണ് ഭാഗധേയം, രണ്ടും ശരിയാണ്. അപ്പോൾ ന്യൂസിലൻഡ് യൂണിവേഴ്സിറ്റിയിലല്ല നിൻ്റെ ഭാഗധേയം, നിൻ്റെ സമയം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന്. കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം നീ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ദൈവമാണ് നിനക്ക് തരണത്, അല്ല യൂണിവേഴ്സിറ്റി അല്ല. നിനക്ക് തരുന്ന ഓരോ ആനുകൂല്യങ്ങൾ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓരോ സൗഖ്യങ്ങൾ, ലോർഡ് മൈ ടൈംസ് ആർ അറ്റ് യുവർ ഹാൻഡ്സ്. എൻ്റെ ഭാഗധേയം അങ്ങേ കരങ്ങളിലാണ്. പറയുക, കർത്താവേ, എൻ്റെ ഭാഗധേയം, എൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ ആനുകൂല്യങ്ങൾ ബാങ്കിലല്ല, ബന്ധുക്കളിലല്ല, മറ്റ് രാജ്യങ്ങളിലല്ല, എംബസിയിലല്ല, കർത്താവേ നിന്റെ കരങ്ങളിലാണ്. അടുത്ത് കർത്താവ് എന്റെ ഈശോയെ, മക്കൾ ഇന്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, പരീക്ഷകൾക്ക് ഡേറ്റ് സമർപ്പിക്കുന്നു. കർത്താവേ, ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയങ്ങളിൽ സമർപ്പിക്കുന്നു.
സമർപ്പിക്കുന്നു. മാരക രോഗങ്ങളുടെ ദയാലുകളെ സമർപ്പിക്കുന്നു. അത്ഭുതകരമായി ഇടപെടണമേ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലാണല്ലോ സമയം. അധിപതിയെ അനന്തകൃപ തിരുനദിയെ അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ തിരുനദിയെ അനുദിനം നിൻ പദം ഗതിയെ അടിയനു നിൻ കൃപമതിയെ അനുദിനം നിൻ പദം ഗതിയെ അടിയനു നിൻ കൃപമതിയെ അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ തിരുനദിയെ. മൂന്നാമത്തെയും നാലാമത്തെയും ഉടമ്പടിയുടെ മുഖമുദ്ര എന്താണ്? ഐ വിൽ കം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വരും. അതിനാണ് ഈ കാശുരൂപം ജ്ഞാപകമായി പഴയ കാലത്തെ ഉടമ്പടിയുടെ പ്രകാരം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കാശുരൂപം ബ്ലസ് ചെയ്ത് തന്നിരിക്കുന്നത്. അതാണ് കളയരുതെന്ന് പറയുന്നത്. അത് ആധാർ കാർഡ് പോലെ ഐഡൻറ്റിറ്റി പ്രമാണം പോലെ അത് പ്രയോജനപ്പെടുന്നത്. അതെന്താണ്? നമ്മളുടെ കൂടെയുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ സീനായിൽ നിന്ന് ജനം ഇറങ്ങുമ്പോൾ ദൈവം കൊടുക്കുന്ന വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു. ജെറീക്കോ വരെ അത് പൊടിക്കാൻ ഞാൻ നിൻ്റെ കൂടെ വരും. ജോർദാൻ പറ്റിക്കാൻ ഞാൻ നിൻ്റെ കൂടെ വരും. അതിനാണ് കാശുരൂപം തന്നിരിക്കുന്നത്. അത് പ്രാർത്ഥിച്ചിട്ട് അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയെടുക്കും. സീനായിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതായത് ഒരമ്മച്ചി പറഞ്ഞ് ഈശോയോട് പറഞ്ഞ്, എനിക്ക് 4ാം ക്ലാസ് പഠിപ്പേ ഉള്ളൂ. ഞാൻ താമസിക്കുന്നത് എവിടെയാണ്? ഒരു പുഴവരമ്പിലാണ്. എൻ്റെ വീടിന് കരമടച്ചിട്ട് 7 കൊല്ലമായി. വില്ലേജ് ഓഫീസിൽ നിന്ന് തട്ടിയിട്ട് ഞാനിപ്പോൾ തഹസിൽദാർ ഓഫീസിൽ നിന്ന് തട്ടി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുകയാണ്. അവർ പറയണത്, നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ ഇതിന് കരമടക്കാനുള്ള അനുവാദം തരത്തില്ല. അപ്പോൾ എനിക്ക് പുതിയ വീടും വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഉറഞ്ഞതല്ലി ഇവിടെ കിടന്ന് നശിച്ച് പോകും. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എന്നാ ചെയ്യണത്? ഇവർ കാശുരൂപം പിടിച്ചുകൊണ്ട് പോകും. പറഞ്ഞിട്ട് പറയും, കർത്താവേ, എനിക്ക് 4ാം ക്ലാസ്സേ ഉള്ളൂ. ഞാൻ പോണതിന് മുമ്പ്, ഞാൻ തഹസിൽദാറിൻ്റെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് നീ ചെന്ന് അവനോട് കാര്യം പറയണം. എനിക്കിത് എൻ്റെ കരമടച്ച് തരാൻ പറയണമെന്ന്. അപ്പോൾ അന്ന് വരെ ഉടക്കിയിരുന്ന തഹസിൽദാരെ ഇവർ ചെല്ലുകയും നാളെ രാവിലെ വരാൻ പറഞ്ഞ് നാളെ രാവിലെ ചെന്നപ്പോൾ കരമടച്ച് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശ്വരസ്തോത്രം. അതാണ് ഐ വിൽ കം വിത്ത് യു ഉടമ്പടിയുടെ. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിൻ്റെ വചനം 33:14 പുറപ്പാട്. കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പുറപ്പാട് 33:14. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഇത് വിശ്വസിക്കാനുള്ള കഴിവാണ് നമ്മൾ ആർജിക്കണത്. ഇപ്പം ഷബ്ന, അവർ ഇസ്ലാമാണല്ലേ, അവരുടെ സാക്ഷ്യം കേട്ടില്ലേ? അവരെന്നാ പറഞ്ഞത്? അവളുടെ ഒരു ഫ്രണ്ടിനെ പാങ്ക്രിയാസിൽ കല്ല്. അപ്പോൾ അവരെന്നാ പറയണത്? അയാൾ കിടന്ന് വലിയ മനുഷ്യ കിടന്ന് കാറുകയാണ്. അവൾ ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചേട്ടാ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ പറയും, നീ മുസ്ലിമായിട്ട് നീ വിശ്വസിക്കുന്നു, പിന്നെ ഞാൻ ക്രിസ്ത്യാനിയായ എനിക്ക് വിശ്വസിച്ചാൽ എന്താ? നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറയും. ഉടനെ എന്താ അവർ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് കല്ലിരിക്കുന്ന സ്ഥലത്തിട്ട് ഒരു കുരിശ് വരക്കും. അതാണ് വിശ്വാസം. നമ്മൾ എന്തുമാത്രം ആഴമായി വിശ്വസിക്കുന്നോ, വിശ്വാസിയാണ് വിഷയം. അല്ല എന്നാ ജാതിയാണ് എൻ്റെ മതമെന്നല്ല. വെദർ യു ബിലീവ് ഇൻ ഓർ നോട്ട്, അതാണ് പ്രശ്നം. അപ്പോൾ ആ വിശ്വാസത്തിലേക്ക് ആഴമുണ്ട്. എന്താണ്? അവൾക്ക് പിന്നെ പോകേണ്ടിട്ട് വേണ്ടത്തേക്കാണ് IELTS എഴുതാൻ വേണ്ടി. IELTS എഴുതാൻ പോകുമ്പോൾ അത് പറയും, IELTS അല്ലായിരുന്നു എൻ്റെ വിഷയം, ഞാൻ കർത്താവിനോട് പറഞ്ഞു അവൻ്റെ കല്ല് പുറത്ത് ചാടിക്കണമെന്ന്. അതാണ് വിശ്വാസം. എന്നിട്ട് 5:30 ഞാൻ ട്രെയിനെ തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് കയറിയിരുന്നിട്ട് ഞാൻ നോക്കുമ്പോഴുണ്ട്, ഞാൻ പറഞ്ഞ സമയത്ത് 12 മണിക്ക് കർത്താവ് കല്ല് പുറത്ത് ചാടിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കേട്ട സാക്ഷ്യമാണ് അല്ലേ? അതെന്താ സംഭവം? നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പറയണതെല്ലാം സത്യമാണ്. പക്ഷേ നമ്മളുടെ വിശ്വാസം അതാണ് ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് പറയണില്ലേ? അപ്പം നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, അത്
ഒരു ആചാരഭട്ട അനുഷ്ഠാനക്രിയ അല്ല, മറിച്ച് ആ വചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എന്തുമാത്രം ഉണ്ട്. ഇപ്പം ഞാൻ 10 പത്രം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 100 പത്രം കൊടുക്കണം. എന്താ കാര്യം? 1 മൈൽ പോകാൻ ഇച്ഛിക്കണവൻ്റെ കൂടെ 2 മൈൽ പോകാനല്ല കർത്താവ് പറഞ്ഞത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും അത് സ്ഥിരീകരിക്കുന്നതിന് അതിൻ്റെ ഇരട്ടി ചെയ്താണ് നമ്മൾ സ്ഥിരീകരണം മേടിക്കേണ്ടത്. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു.